ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നു. H1B വിസകൾക്ക് 1,00,000 രൂപയാക്കിയിട്ട് വാർഷിക റിന്യൂവൽ ചാർജ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് വിസ എടുക്കുന്നവർക്ക് 1,00,000 രൂപ, $1,00,000 കൊടുത്തിട്ട് മാത്രമേ എടുക്കാൻ പറ്റൂ. എന്താണ് ഈ H1B വിസ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ പ്രൊഫഷണൽസിന് അമേരിക്കയിൽ പോയി വർക്ക് ചെയ്യാനുള്ള വിസയാണിത്. അതായത് ഇന്ത്യയിലെ ഒരുപാട് IT കമ്പനികൾ അമേരിക്കൻ കമ്പനികൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അമേരിക്കൻ കമ്പനികൾ, അതായത് ഈ അമേരിക്കൻ കമ്പനികളായിട്ടുള്ള ക്ലയൻസിൻ്റെ അടുത്ത് പോയി ഇന്ത്യൻ IT വിദഗ്ധന്മാർക്ക് വർക്ക് ചെയ്യാനുള്ള പെർമിഷനാണ് H1B വിസ എന്ന് പറയുന്നത്. ഇതെടുക്കാനുള്ള ചാർജ് $3,500-4,000 ആയിരുന്നു. അതാണിപ്പോൾ $1,00,000 ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ക്ലയൻസുകളെ, ഇങ്ങനെയുള്ള ആൾക്കാരെ ഹയർ ചെയ്യുന്നതിൽ നിന്നും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ അവിടെ കൊണ്ടുപോയി വർക്ക് ചെയ്യിക്കുന്നതിൽ നിന്നും പിന്മാറേണ്ടി വരും. കാരണം ഇത്രയും കോസ്റ്റ് വഹിച്ചുകൊണ്ട് കമ്പനികൾ ഇത്രയും വലിയ 87 ലക്ഷം രൂപ, 88 ലക്ഷം രൂപയൊന്നും കൊടുത്തിട്ട് ഒരാളെ കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇവരുടെ ആനുവൽ സാലറി പോലും ഇത്രയും വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സാധാരണയായിട്ട് 3 തരത്തിലാണ് ഈ കമ്പനികൾ വർക്ക് ചെയ്യുന്നത്. ഒന്ന് ഓഫ് ഷോർ, അതായത് അമേരിക്കൻ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഹൈദരാബാദൊക്കെ നിന്നിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അതാണ് ഓഫ് ഷോർ എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് നിയർ ഷോറാണ്. നിയർ ഷോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ കമ്പനികൾക്ക് വേണ്ടിയിട്ട് കാനഡയിലോ അല്ലെങ്കിൽ മെക്സിക്കോയിലോ അടുത്ത രാജ്യങ്ങളിൽ നിന്ന് വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് നിയർ ഷോർ എന്നത്. പിന്നെ ഒന്ന് ഓൺ ഷോറാണ്. അതായത് നമുക്ക് ആ ഒരു അമേരിക്കൻ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ JP മോർഗന് വേണ്ടിയിട്ട് TCS ഒരു കോൺട്രാക്റ്റ് എടുത്തു കഴിഞ്ഞാൽ JP മോർഗൻ്റെ US ഓഫീസിൽ പോയിരുന്ന് അവർക്ക് വേണ്ടുന്ന ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നവരാണ് ഓൺ ഷോർ എന്നത്. അപ്പോൾ ഇത് ഒരു നേരത്തെ പറഞ്ഞാൽ വളരെ ചെറിയ എമൗണ്ട് മാത്രമേ ഉണ്ടാവും. ഇപ്പോൾ TCSൻ്റെയൊക്കെ കണക്കെടുത്ത് നോക്കുമ്പോൾ വലിയൊരു ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ 5,505 വിസകളാണ് H1B കാറ്റഗറിയിലുള്ളതെന്നാണ് TCS ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ HCL ടെക്കിനെ സംബന്ധിച്ചിട്ട് 1,728 വിസകളാണ് ഈ ഒരു രംഗത്തുള്ളത്. വിപ്രോയെ സംബന്ധിച്ചിട്ട് 1,523 വിസകളാണ് H1B കാറ്റഗറിയിലുള്ളത്. മാത്രമല്ല ഇന്ത്യൻ IT കമ്പനികൾ മാത്രമല്ല, ആമസോൺ, മെറ്റ, JP മോർഗൻ, ഇങ്ങനെയുള്ള എല്ലാ കമ്പനികളിലും H1B കാറ്റഗറി സ്പെഷ്യലൈസ്ഡ് വർക്കേഴ്സിനെ ഇവർ ഈ ഒരു കാറ്റഗറിയിലാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇനിയിപ്പോൾ അറിയുന്നൊരു കാര്യം, ഇത്രയും വലിയൊരു കോസ്റ്റ് അല്ലെങ്കിൽ ഇത്രയും വലിയ രീതിയിലുള്ള ഒരു തീരുമാനം വരുന്ന സമയത്ത് ഇതിനെ റീപ്ലേസ് ചെയ്യാനുള്ള സ്കില്ല് അമേരിക്കയിൽ തന്നെ ഉണ്ടോ എന്നുള്ളതാണ്. അമേരിക്കക്കാർക്ക് തന്നെ ഇത്രയും വലിയ പൊസിഷൻസ് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ അമേരിക്കയിൽ എന്നുള്ളതാണ് ആദ്യം അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയെ വീണ്ടും ഒരു സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു ശ്രമം നടത്തിയിരിക്കുന്നത്? പീയൂഷ് ഗോയൽ അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് ട്രേഡ് ഡീലുമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ. ആ സമയത്താണ് ട്രംപിൻ്റെ ഈ ഒരു അനൗൺസ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇതിന് പുറമെ ഇന്ത്യയിൽ നിന്നുള്ള ചെമ്മീൻ കയറ്റുമതിക്ക് വീണ്ടും ടാക്സ് ഏർപ്പെടുത്തണം, അല്ലെങ്കിൽ ഓൾറെഡി 50% തീരുവ നമുക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പുറമെ വീണ്ടും ഒരു 50% തീരുവ ചുമത്താനുള്ള പദ്ധതികളും നടക്കുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബില്ല് US പാർലമെൻറ്റിൽ പാസ്സാവുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സോ ഏതുവിധേയം അമേരിക്ക ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ട്രേഡ് ഡീൽ നടത്തിയെടുക്കാനുള്ള ശ്രമമാണോ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നത്.